എന്തായാലും നിങ്ങൾ സൺസ്ക്രീനും മോയ്സ്ചറൈസറും യൂസ് ചെയ്യണം. ഇല്ലെങ്കിൽ പിമ്പിൾസ് അതുപോലെ ഷെയ്ഡുകൾ വരും. ലൈറ്റിന്റെ നമ്മൾ വിചാരിക്കും ഇത് ചെറിയ ലൈറ്റ് അല്ലേന്ന്, പക്ഷെ ആ ലൈറ്റിൽ നിന്ന് വരുന്ന ആ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര എഫക്റ്റ് ആയിരിക്കും. നമ്മുടെ സ്കിൻ അത്രയും സോഫ്റ്റ് ആണ്. അപ്പൊ അതിലേക്ക് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്കിന്നിൽ ഭയങ്കര, അത് എനിക്കിപ്പോ സീരിയലിലും അഭിനയിച്ച് ഓരോ ആർട്ടിസ്റ്റിനും കണ്ടാൽ നമ്മൾ പേടിക്കും. കാരണം വെച്ചാൽ കണ്ണുണ്ടാവില്ല, ഇവിടെ ഒക്കെ ബ്ലാക്ക് ആയിട്ടുണ്ടാവും. എന്നിട്ട് ഞാൻ ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ഉറങ്ങാണ്ടിരിക്കുമ്പോഴേ എന്റെ അടുത്ത് വന്ന് ചോദിക്കും, ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന് പറയുമ്പോൾ എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിക്കും ഏത് ഫൗണ്ടേഷൻ യൂസ് ചെയ്യേണ്ടത്. ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ഇടുന്ന സമയത്ത് തന്നെ വന്നിട്ട് ചോദിക്കും നീ ഏത് ഫൗണ്ടേഷൻ ഒന്ന് പറഞ്ഞിരുന്നിട്ട് ഇത് കഴിഞ്ഞ് വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചു ഏത് ഫൗണ്ടേഷൻ ആ കമ്പനി ഒന്ന് പറയുമോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് എന്നോട് അങ്ങനെ ചോദിച്ചിട്ട് വാങ്ങിച്ചവരുണ്ട്. എന്നിട്ട് എന്നോട് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ വാങ്ങിച്ചവരുണ്ട്. അപ്പൊ ഏറ്റവും നല്ല നമ്മള് അങ്ങനെ മേക്കപ്പ് യൂസ് ചെയ്യാറില്ലേ? ഞാൻ ഇങ്ങനെ അഭിനയിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഷൂട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, അല്ലാതെ ഞാൻ യൂസ് ചെയ്യാറില്ല. യൂസ് ചെയ്യരുത്. മോയ്സ്ചറൈസറും സൺസ്ക്രീനും യൂസ് ചെയ്യുന്നുണ്ട്. പ്രായമാവാം, അതാണ്. ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര പ്രോബ്ലം. അപ്പൊ മോയ്സ്ചറൈസറും സൺസ്ക്രീനും എന്തായാലും യൂസ് ചെയ്യണം. ഫേസ് നന്നായി കഴുകണം, വൃത്തിയാക്കണം. അതൊക്കെ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും വൃത്തിയായിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ അങ്ങനെ ഇരിക്കും.